തുടക്കത്തിൽ ചിലരൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു, ഇന്ന് ലോക വയോജന ദിനമാണ്, അതിനെക്കുറിച്ച് പറയുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായും ഇന്ന് ലോക വയോജന ദിനമാണ്. അപ്പോൾ ആ ദിനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം മുന്നോട്ട് കൊണ്ടുപോകാം. യൗവനം കുടുംബത്തിനും നാടിനും വേണ്ടി സമർപ്പിച്ച് ജീവിതമെന്ന യാത്രയുടെ അവസാന അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് വേണ്ടത് സ്നേഹവും കരുതലും കൈത്താങ്ങുമൊക്കെയാണ്. പുതുതലമുറയുടെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ലോക വയോജന ദിനം. വാർദ്ധക്യം അനിവാര്യതയാണ്. ജീവിതയാത്രയിലെ മറ്റൊരു തുരുത്താണത്. ഇന്ന് വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നവർ ഇന്നലെ കൊണ്ട വെയിലാണ് ഇന്ന് നാം ഓരോരുത്തരും അനുഭവിക്കുന്ന തണലിനും തണുപ്പിനും പിന്നിലെന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് വയോജനങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ടത് കടമയും കർത്തവ്യവുമാണെന്ന ബോധ്യം പുതുതലമുറയിൽ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളെ ആദരിക്കുന്നതിനും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭയാണ് ലോക വയോജന ദിനം അവതരിപ്പിച്ചത്. 1991 ഒക്ടോബർ 1 മുതൽ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിച്ചു വരുന്നു. അന്തസ്സോടെയുള്ള വാർദ്ധക്യം എന്നതാണ് അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ 34ാമത് അനുസ്മരണം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, പ്രായമായവരുടെ അന്തസ്സ്, വിശ്വാസങ്ങൾ, ആവശ്യങ്ങൾ, സ്വകാര്യത എന്നിവയെ മാനിക്കുന്ന വ്യക്തി കേന്ദ്രീകൃത സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം എന്നിവയ്ക്കും ഈ അനുസ്മരണം ഊന്നൽ നൽകുന്നു. പ്രായമായവർക്കുള്ള ഈ ദിനത്തിന് പ്രത്യേകതകളേറെയാണ്. ഇത് ആരോഗ്യ പ്രശ്നങ്ങളെയും വാർദ്ധക്യത്തിന്റെ വെല്ലുവിളികളെയും ഉയർത്തിക്കാട്ടുന്നു. മാത്രമല്ല, വയോജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനം നമ്മുടെ സമൂഹത്തിന് പ്രായമായവരുടെ സംഭാവനകളെ ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിടുന്നു. അവഗണനയോടെ മാറ്റി നിർത്തും മുൻപായി ഒന്നോർക്കുക, നമുക്ക് മുൻപേ നടന്നവരാണ്. കുടുംബത്തിനും സമൂഹത്തിനും താങ്ങാവാൻ അവരുടെ യൗവനം സമർപ്പിച്ചിരുന്നവരാണ്. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി വിയർപ്പൊഴുക്കിയവരാണ്. ലോക വയോജന ദിനം ആചരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച, ഇന്ന് വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക് നീങ്ങിത്തുടങ്ങിയ അനുഭവച്ചൂടുള്ള കരങ്ങൾ ചേർത്ത് പിടിക്കാം. പരിചരണവും കരുതലും ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ താങ്ങായി നിൽക്കാം. കൈകോർത്ത് ചേർത്ത് നിർത്താം കരുതലായി. അഖിൽ TS, കൈരളി ന്യൂസ്.